ആ മുന്നിൽ കാണുന്ന മലയാണ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ യാത്രാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കർണാടക യാത്ര തുടരുകയാണ്. ആ ദൂരെ കാണുന്ന മലയുടെ കാര്യം പറഞ്ഞല്ലോ, അതാണ് കുതിരമുക്ക് നാഷണൽ പാർക്ക്, റിസർവ് ഫോറസ്റ്റാണ്. അത് കഴിഞ്ഞ് വേണം നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോകാൻ. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റിൽ കയറി കേട്ടോ. അതിന് മുമ്പേ അവിടെ നിന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ ഫോറസ്റ്റിനകത്തുകൂടെയാണ് പോകുന്നത്. ഫോറസ്റ്റിനകത്തുകൂടെ നല്ല റോഡാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പിന്നെ ഇൻ്റർസ്റ്റേറ്റ് ക്രോസ് ചെയ്ത് വരുന്ന ഫോറസ്റ്റിനകത്തൂടെ റോഡ് വളരെ ദയനീയാവസ്ഥയാണ്. ഇത് 169 ഹൈവേ. അപ്പോൾ നല്ല ഫിനിഷിങ്, നല്ല ചെറിയ റോഡാണ്. ഫോറസ്റ്റിനകത്ത് അത്രല്ലേ കാണൂ, ചെറിയ വീതി കുറവാണ്, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലിയറുള്ള റോഡാണ്. ഈ സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് KIOCL ലിമിറ്റഡ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അയിര് മൈൻസാണ്. എന്ന് വെച്ചാൽ ഖനിയാണിത്, ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്ന ഖനി. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റീൽ മന്ത്രാലയത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ഇതിന് മംഗലാപുരത്ത് ഒരു പെല്ലറ്റേഷൻ പ്ലാന്റും കുതിരമുക്കിൽ, അത് ചിക്കമംഗളൂർ ജില്ലയാണിത്, ഒരു ഇരുമ്പയിര് ഖനിയാണ്. ആ ഖനിയുടെ അത് 2006 അടച്ചുപൂട്ടി. അതിനകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2016 ഈ പ്രദേശത്ത് ഒരു ദേശീയ ഉദ്യാനത്തിൻ്റെ ഒരു വാണിജ്യ റിസോർട്ട്, ഉദ്യാനത്തിൽ ഒരു വാണിജ്യമായിട്ടുള്ള ഒരു റിസോർട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പദ്ധതി. ഖനി അടച്ചതിന് ശേഷം അതിൻ്റെ ഉപയോഗിക്കാത്ത ചില കെട്ടിടങ്ങൾ നവീകരിച്ചു. പക്ഷേ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരുന്നില്ല. 2016 ഒക്ടോബറിൽ പരിസ്ഥിതി വനം മന്ത്രാലയം പ്രവൃത്തിയുടൻ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് ഇപ്പോൾ കാട് പിടിച്ച് വനപ്രദേശമായി മാറിയിരിക്കുന്നത്. ഇതിനകത്ത് ഹോസ്പിറ്റല്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ക്യാൻറ്റീന്, മറ്റ് ബിൽഡിങ്ങുകൾ എല്ലാം ഈ വനത്തിനകത്ത് ഇപ്പോഴും ഉണ്ട്. പഴയ ഖനിയുടെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇല്ല, ഈ സൈഡിൽ മതിലുണ്ടോ? ഓക്കെ. നമുക്കിവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, തൂക്കുപാലം. ഒരു തൂക്കുപാലത്ത് കയറി നോക്കാം. ഇതിപ്പോൾ കുതിരമുക്ക് മൈൻസ് കഴിഞ്ഞ ഉടനെ കേട്ടോ. ഇതാണ് നെല്ലിബീഡു ഹാങ്ങിങ് ബ്രിഡ്ജ്, നെല്ലിബീഡു തൂക്കുപാലം. നദിയാണ്, അങ്ങനെ വിടുകയാണ്. അപ്പോൾ അങ്ങ് അവിടെ കാണുന്ന, ആ മുന്നിൽ കാണുന്ന ഏരിയ ഒക്കെ മൈൻസിൻ്റെ ഏരിയയിൽ പെട്ടായിരുന്നു. മൈൻസിൻ്റെ അവശിഷ്ടങ്ങളും ബിൽഡിങ്ങും പഴയ തകർന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാടിനകത്തായിപ്പോയി. നല്ല തെളിനീര് വെള്ളം. ഹാങ്ങിങ് ബ്രിഡ്ജ്. അവിടെയൊക്കെ കമുകിൻ തോട്ടമാണ്. കമുക് മൊത്തം അടക്ക പറിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു, മൊത്തം പഴുത്തിരിക്കുകയാണല്ലോ. നല്ല സീനറിയാണ്. തൂക്കുപാലം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് ഇതിൽ സ്ലാബ് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയാണ്, ബെൽറ്റൊക്കെ ഇട്ട് ഉറപ്പിച്ച്. നല്ല റോപ്പാണ്, സ്ട്രോങ് റോപ്പാണ്, നല്ല ഹെവി റോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു തൂക്കുപാലം, ചെറിയൊരു തൂക്കുപാലം. ആ തൂക്കുപാലത്തൂടെ നടന്ന് അക്കരെ നിന്ന് ഇക്കരെ എത്തി. അപ്പോൾ ഇവിടെ തോട്ടമാണ്. കാപ്പിയൊക്കെ പഴുത്തിരിക്കുകയാണ്. നല്ല കോഫി പറിക്കാറായി, റെഡിയായിരിക്കുന്നു. കോഫിയും അടക്കയും കുരുമുളക്
എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജലസേചനത്തിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് നന്നായി വിളഞ്ഞിരിക്കുന്നുണ്ട്. കാപ്പി കാപ്പിയാണേ. ഇതെങ്ങനെയായിരിക്കും കാപ്പി? പച്ച എടുക്കുന്നു, കുറേ വിളഞ്ഞിരിക്കുന്നു, നല്ല പഴുപ്പായി, പറിക്കാറായോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഫീൽഡ് നമുക്ക് അത്ര വിദ്യാഭ്യാസം പോരാ. ചുവപ്പ് നിറം വന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ ഏതോ കളറിലോട്ട് മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പച്ചയുണ്ട് ഇതിനിടെ, അപ്പോൾ ഇത് പറിക്കാറായില്ലെന്ന് തോന്നുന്നു. പറിക്കുന്നുണ്ടോ? പറിക്കാറായി കാണുമായിരിക്കും. നൈസ്. ഏതായാലും കാപ്പി നമ്മൾ കണ്ടു. ഇനി ഒരു കാപ്പി കുടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അവിടെ നിന്ന് കാപ്പി വേണമെന്ന് ചോദിച്ചു. കാപ്പി കുടിച്ചിട്ട് പോകാം. 2 മിനിറ്റ് ഇവിടെ നിർത്തി അടുത്ത ഏരിയയിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഗൂഗിൾ അമ്മച്ചിയിലൊന്ന് തപ്പി. അപ്പോൾ നമുക്ക് അടുത്തതിന് 98 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ബേലൂരേക്കാണ്. ചെന്നകേശ്വര ടെമ്പിൾ, അത് ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അപ്പോൾ നമുക്ക് അതുവഴി അങ്ങനെയാണ് നമുക്ക് ഓൾറെഡി പോകേണ്ടത്. അപ്പോൾ ഈ 98 കിലോമീറ്ററിനിടയിൽ വല്ലതും ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇടയിലുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തും, അല്ലെങ്കിൽ നേരെ പോകും. ബൈ. നമ്മളവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ എത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇവിടെ ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എത്തി, ബേലൂരെത്തി. അപ്പോൾ ഇനി നമുക്ക് ബേലൂരെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. നമസ്കാരം.